ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് ഹരിത തണ്ണീർവന പ്രഖ്യാപനം സംഘടിപ്പിച്ചു. 14-ാം വാർഡിലെ തണ്ണീർവനമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് ഹരിത തണ്ണീർവന പ്രഖ്യാപനം സംഘടിപ്പിച്ചു. 14-ാം വാർഡിലെ തണ്ണീർവനമാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. ഹരിത തണ്ണീർവന ടൂറിസം കേന്ദ്രം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമ്മുടെ നാട് മാലിന്യമുക്ത പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളായിരിക്കാം. നമ്മുടെ പഞ്ചായത്തിലെ 10-23,000 വരുന്ന ബഹുജനങ്ങൾ, 6,000-ന് മേളിൽ വരുന്നിട്ടുള്ള കുടുംബങ്ങൾ, 500-ഓളം വരുന്ന സ്ഥാപനങ്ങൾ, പൊതു മേഖലാ സ്ഥാപനങ്ങളടക്കം ഈ പ്രവർത്തനങ്ങളിലേക്ക് വന്നിരിക്കാം. നമ്മുടെ വീടുകളിൽ നമ്മളെല്ലാം ബോധവൽക്കരണവും മറ്റു ബോധനൊക്കെ നടത്തുമ്പം ഇന്ന് മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പോകുന്ന, അതെല്ലാം സംസ്കരിച്ച് പോകുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറുകയും പ്ലാസ്റ്റിക്കുകളെല്ലാം വീടുകളിൽ സൂക്ഷിച്ചു വെക്കുകയും അത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നാട് മാറുകയും. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ കുപ്പി ചില്ലടക്കം എടുക്കുന്നു, അതേപോലെ തന്നെ ലെതർ ബാഗ് അടക്കം എടുക്കുന്നു, അതേപോലെ തന്നെ തുണികൾ എടുത്തു മാറ്റുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ വേസ്റ്റും എടുക്കാൻ പോവുകയാണ്, ഇതെല്ലാം ചെയ്യാൻ പോവുക. അതെല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായി ദേവികുളങ്ങര പഞ്ചായത്തിലെയും മാലിന്യമാക്കുന്ന പ്രവർത്തനമാണ്. ആദ്യമൊക്കെ നമ്മൾ കഠിനമായ പ്രയത്നമായിരുന്നു, വലിയ ശ്രമകരമായിരുന്നു. നമ്മുടെ ഹരിതകർമ്മ സേനക്കാരൊക്കെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. 50 രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് എല്ലാം കത്തിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് എറിയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറി. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ് വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി പോൾ BJ, സ്ഥിരസമിതി അധ്യക്ഷരായ S രേഖ, മിനി മോഹൻ ബാബു, വാർഡ് അംഗങ്ങളായ E ശ്രീദേവി, ലീന രാജു, തണ്ണീർവനം ഡയറക്ടർ MR അനിൽകുമാർ, സുഭാഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ കണ്ടലുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ഈ കൊടുംചൂടിൻ്റെ കാലത്ത് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ? കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും. കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ ദുരന്ത ഫലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീടുകളിൽ AC ഇല്ലാതെ ആർക്കും ഇരിക്കുവാൻ കഴിയുന്നില്ല. AC വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷ താപനില നന്നായി ഉയരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നമുക്ക് ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് കുളിർമ ഇങ്ങനെ കൊണ്ടൊക്കെ നടക്കുന്ന കാര്യമല്ലോ. ഞങ്ങൾ പഞ്ചായത്തിൽ ടാക്സ് കൊടുക്കണം, ടാക്സിൻ്റെ കൂടെ പിന്നെ മാസം 50 രൂപയും കൊടുക്കണം. ഇതൊക്കെ ഞങ്ങളെന്തിനാണ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാസ്റ്റിക് ഞങ്ങൾ കത്തിച്ച് കളയും. ഞങ്ങൾ വാങ്ങിക്കുന്നത് അല്ലേ, ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം പ്ലാസ്റ്റിക്കിൽ കിട്ടും, അത് ഞങ്ങൾ കത്തിച്ച് ഞങ്ങളുടെ പറമ്പിലിട്ട് കത്തിക്കും. ആർക്കാണ് നഷ്ടം എന്നൊരു ചിന്തയായിരുന്നു നിരത്തിൽ. പക്ഷെ ഇതിൻ്റെ ദോഷവശങ്ങളൊക്കെ കുറേ നാളുകൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് നടന്നു. ഇപ്പം ഹരിതകർമ്മ മിഷനൊക്കെ ഇപ്പം രാജേഷൊക്കെ അവിടെ സംസാരിക്കുമ്പോഴും ഈ ടോക്സിൻസ് ഈ നമ്മുടെ പേപ്പർ കപ്പിനകത്ത് ചായ കുടിക്കുമ്പോഴുള്ള കുഴപ്പമെല്ലാം പറഞ്ഞ് ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ CD ന്യൂസ് കായംകുളം.